ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ എനിക്കിവിടെ ഈ കുമ്പളങ്ങി സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ മുന്നിൽ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഒട്ടേറെ വിശുദ്ധരുടെ നമ്മുടെ വേദപുസ്തകത്തിലെ ഒട്ടേറെ വിശുദ്ധരുടെ ഒരു ഇടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന രീതിയിൽ ഇവിടെ 303ഓളം വിശുദ്ധരാണ് വിശുദ്ധ വേദപുസ്തകത്തിലെയും അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയിലെയും ഒട്ടേറെ പുണ്യപ്പെട്ട പിതാക്കന്മാരും അതോടൊപ്പം തന്നെ വിശുദ്ധരുമാണ് ഇവിടെ. അവരുടെ ആ ഒരു പുനരാവിഷ്കരണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 150ാമത് വാർഷികമാണ് ഈ വർഷം. അപ്പോൾ ആ 150ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഈ ഇടവകയിലെ മാതാപിതാക്കളുടെ കുട്ടികളുടെ ഒരു പരിപാടി എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിശുദ്ധന്മാരുടെ ഒരു പുനരാവിഷ്കരണം ഇവിടെ ഈ ഇടവക നടത്താൻ തീരുമാനിച്ചത്. ഏകദേശം 1000ഓളം ഇടവകൾ 950ഓളം ഇടവക അംഗങ്ങളുണ്ട്. ആ ഇടവക അംഗങ്ങളുടെ മക്കളാണ് ഇവിടെ വിശുദ്ധന്മാരുടെയും ഒക്കെ വേഷവുമായി ഇവിടെ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. ഈ ദേവാലയമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ മുന്നിലാണ് ഇവിടെ ഈ ഒരു വിശുദ്ധന്മാരുടെ ഒരു സംഗമം നടക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ ദിവ്യബലിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഗമത്തിന് തുടക്കമായത്. ഈ ഒരു ദിവ്യബലിയിലൊക്കെ തന്നെ ഈ വിശുദ്ധ വേഷധാരികൾ എല്ലാവരും തന്നെ പങ്കെടുത്തു. ഇപ്പോൾ നമ്മുടെ ഇവിടെ മുന്നിൽ നിൽക്കുന്ന 2 ഘട്ടമായിട്ടാണ് ഇവിടെ ഒരു സംഗമം നടക്കുക. 5ാം ക്ലാസ്സിൽ താഴെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സംഘമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ്സിന് താഴെ എന്ന് പറയുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ വിശുദ്ധരുടെ വേഷവുമായി ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് ശേഷമാണ് 10 വയസ്സിന് മുകളിൽ എന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിന് 5ാം ക്ലാസ്സും അതിന് മുകളിലേക്കുള്ള കുട്ടികൾ ഇവിടെ അണിനിരക്കുക. ഒട്ടേറെ പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കമുള്ളവരാണ് ഇവിടെ ഈ ഒരു സംഗമത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നത്. അവരുടെ മാതാപിതാക്കളൊക്കെ തന്നെ ഇവരുടെ ഈ ഒരു ഇത് കാണുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ മാത്രമല്ല സമീപ പ്രദേശത്തെ ദേവാലയങ്ങളിൽ നിന്നൊക്കെ ഉള്ള മാതാപിതാക്കളൊക്കെ ഈ കുഞ്ഞു കുട്ടികളുടെ തങ്ങളുടെ മക്കളുടെ ഈ കലാപ്രകടനം കാണുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത് ഇടവകയുടെ വികാരിയായിട്ടുള്ള ജോയി അച്ഛനാണ്. ഇത്തരത്തിലുള്ള ഒരു കുട്ടികളുടെ ഒരു വിശുദ്ധരുടെ ഒരു സംഗമം എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പള്ളിയുടെ 150ാം വർഷത്തെ ജൂബിലിയാണ് ആഘോഷം നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോ മാസവും ഓരോ പ്രോഗ്രാമുകൾ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം വേണമെന്ന് ആലോചിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് വന്നത്. അങ്ങനെയാണ് കുട്ടികളെ വിശുദ്ധരായിട്ട് ആകെ ഇപ്പോൾ റെക്കോർഡ് 100 ചില്ലാനും പേരുടെ ഒരു റെക്കോർഡേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇപ്പോൾ നമ്മളത് ചേർക്കാനായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും പേരെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു അതിനേക്കാൾ കൂടുതൽ കുട്ടികളെ വേണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇത് ചെയ്തത്. അപ്പോൾ 303 കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. 303 കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഈ സംഗമത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഇടവകയിലെ കുട്ടികൾ തന്നെയാണ്. ഒരുപാട് നാളത്തെ പ്രയത്നമൊക്കെ കാണും. ഒരു മാസത്തെ പ്രയത്നം ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ. അത് മാതാപിതാക്കന്മാരും ടീച്ചേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് അതിനെ സഹകരിച്ചു പ്രവർത്തിച്ചു. അപ്പോൾ ഓരോ വിശുദ്ധന്മാർ ഡബിളാകാൻ പാടില്ല. ഒരാളിന് ഒരു വിശുദ്ധനെ ആകാൻ പാടുള്ളൂ. അപ്പോൾ ആ വിധത്തിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാതെ ഇവർ നോക്കണം. അപ്പോൾ ആ 303 വിശുദ്ധന്മാരെ കണ്ടുപിടിക്കാൻ തന്നെ വലിയൊരു പണിയായിരുന്നു. അതുപോലെ തന്നെയൊക്കെ ചെയ്തു. അതിൻ്റെ പിക്ചറൊക്കെ എടുത്തു. നമ്മൾ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അതിന് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇതുവരെ ആയിട്ടുള്ളത്. ഇത്തരത്തിലൊരു വൈവിധ്യമാർന്ന ഒരു പരിപാടിയാണല്ലോ ഇത്. മറ്റിടവകളൊന്നും പോലെ ഒരു പക്ഷേ ചിന്തിച്ചിട്ട് ഇല്ല. ഇപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ ഓരോ മാസവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളൊരു ആകാശവിളക്ക് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. 53 അടി ഉയരമുള്ള ഒരു ആകാശവിളക്ക് ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നെ ഓരോ മാസവും ഓരോ പ്രോഗ്രാമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ വിവാഹത്തിന് 25 വർഷം കഴിഞ്ഞവരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ 25 വർഷം വരെയുള്ളവരുടെ സംഘം ഉണ്ടായിരുന്നു. ഏകസ്ഥരുടെ സംഘം ഉണ്ടായിരുന്നു. പിന്നെ സന്യസ്തരുടെ സംഘം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ മത്സരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ മാസവും ഓരോ പ്രോഗ്രാമായിട്ട് ഈ ജനുവരി അവസാനം ഇത് സമാപിക്കും. കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ചു. 150ാമത് വാർഷികം ഈ ജനുവരി സമാപിക്കും. ജനുവരി 25-ന് സമാപിക്കും. മോനാരുടെ സെന്റ് ലിയാൻഡർ ഓഫ് സെവിൽ വായിച്ചൊക്കെ പരിചയമുള്ള ആളാണോ? ഇല്ല, പുതിയതായിട്ട് കേൾക്കുന്നതാ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ
സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു. ചെറുതായിട്ട് അദ്ദേഹം ജനിച്ചത് 543 AD 34 AD കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ഒരു വിശുദ്ധനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. വളരെ നല്ല വിശുദ്ധനാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വേറെയും 2 വിശുദ്ധന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഇസിഡോറും പിന്നെ ഫ്ലുജന്റിസും. ഇവർ 2 പേരും വിശുദ്ധന്മാരാണ്. അങ്ങനെ ഒരു വിശുദ്ധർ കൂടുതലുള്ള ഒരു ഫാമിലിയാണ് ഇവരുടെ മനസ്സിലാക്കി. സന്തോഷം ഉണ്ട്, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പരിശീലനമൊക്കെ ഉണ്ടോ? ഇല്ല, എന്തായിരുന്നു ഈ 2 ആഴ്ച മുമ്പ് എന്തോ ആണ് അറിഞ്ഞത്. അപ്പം തൊട്ട് അല്ല, ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ 2 ആഴ്ച മുമ്പ് തൊട്ട് തുടങ്ങിയതാ. അപ്പോൾ ഫുള്ള് തയ്ച്ചെല്ലാം റെഡിയാക്കി ഇന്ന് അത് മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ല, ഈ ഉടുപ്പ് ശരിയാക്കി തന്ന അങ്കിള് തന്നെയായിരുന്നു. സെന്റ് ജോൺ ഓഫ് കാൻഡി. സന്തോഷം തോന്നുന്നുണ്ട് വിശുദ്ധന്റെ വേഷം ധരിക്കുക. സെന്റ് പോപ്പ് മാർസിലിനസ്. വിശുദ്ധനാക്കണമേ വിശുദ്ധയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും വിശുദ്ധരാണ്, മാലാഖമാരാണ്. അപ്പോൾ ഇതൊരു പ്രചോദനമാണ്, നമ്മുടെ ഇടവകയ്ക്ക് പ്രചോദനമാണ്, രൂപതയ്ക്ക് പ്രചോദനമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്തും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് എൻ്റെ അമ്മുമ്മയും അമ്മയും. ഈ വിശുദ്ധൻ പാവപ്പെട്ടവരെയൊക്കെ ഹെൽപ്പ് ചെയ്ത്, പിന്നെ ഈ ഫെയ്ത്ത്, ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഫെയ്ത്ത് കാരണമാണ് വിശുദ്ധനായത്. മോള് ആരുടെ വേഷമാണ്? ജൂലിയന. അങ്ങനെ ഒരു വിശുദ്ധ വേഷമൊക്കെ ധരിച്ചപ്പോൾ വളരെ സന്തോഷം. ഇതുവരെ ആയിട്ടില്ല. ഇതിന് മാലയൊക്കെ ആയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇങ്ങനെ വിശുദ്ധയുടെ ഡ്രസ്സൊക്കെ ഇടണം. പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ജൂലിയാന തന്നെയാണ്, സുഞ്ചിലാനാസ് പബ്ലിക് സ്കൂൾ. ഇനി ഫോളോ ചെയ്യോ വിശുദ്ധ? നമുക്ക് നമ്മുടെ വേദോത്സവത്തിനകത്തൊക്കെ കണ്ട് അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഓരോരോ വിശുദ്ധരുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടികളും ഒക്കെ ഒരുപാട് നാളത്തെ പ്രയത്നവുമായിട്ടാണ് ഈ ഒരു വലിയൊരു സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കുട്ടികൾ നമ്മളോട് സംസാരിക്കും. മോൻ എന്താ വേഷം ഇപ്പോൾ ധരിച്ചിരിക്കുന്നത്? വിശുദ്ധ പെർപ്പച്വ. കുറേ നാളത്തെ ഒരു പരിശീലനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ഇതിന് ഇത്തരത്തിലുള്ള ഒരു വേഷമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിച്ചൊക്കെ സഹായിച്ചോ? പേരൻസ് ആണ് ഇത്തരത്തിലൊരു വേഷമൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ? സിസ്റ്റർ കാതറിൻ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ പാരൻസാണ് എന്നെ സഹായിച്ചത്. ഇതൊക്കെ എടുക്കാനും പാരൻസ് സഹായിച്ചത്. ഈ തലയിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നാലും പപ്പ രാത്രി ഇരുത്തി അതൊക്കെ ചെയ്യിപ്പിച്ചതിനെ കൊണ്ട്. നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല രസമാണ്. ഒന്നും റെപ്യൂട്ടേഷൻ ഇല്ല. എല്ലാവരും സഹായിച്ച്, ചെയ്തത് എല്ലാവരും ഒത്തുകൂടി ചെയ്ത്. ഞാൻ സെന്റ് വിൻസെന്റ് പലോട്ടി. വേഷം ഇങ്ങനെയൊക്കെ ധരിക്കുന്നതിന് ഒരുപാട് സമയമെടുത്തു? ഇല്ല, സമയമെടുത്തില്ല. അന്ന് പലോട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. മോനൊരു പടയാളിയായിട്ടാണല്ലോ. സെന്റ് പെഡലിസ്. അങ്ങനെ ഇവിടെ നമ്മൾ വിശുദ്ധ വേദോത്സവത്തിനകത്തും അതോടെ ബൈബിളിലും അതോടെ കേട്ടിട്ടുള്ള 303ഓളം വിശുദ്ധരാണ് ഇവിടെ അണിനിരക്കുന്നത്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ ബുക്സിന്റെ പ്രതിനിധികളൊക്കെ ഈ ഒരു ഇതിനകത്ത് പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ ഗസ്റ്റുകളായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിലൊരു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിനകത്ത് ഇടം പിടിക്കുമോ ഈ കുട്ടികളുടെ പരിപാടി? തീർച്ചയായിട്ടും മുൻപുണ്ടായിരുന്ന റെക്കോർഡിനേക്കാളും വളരെയധികം മാർജിനോട് കൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് റെക്കോർഡിൽ സ്ഥാനം പിടിക്കാൻ
സംഭവം. എത്ര വരെ ഉണ്ടായിരുന്നു? എത്ര കുട്ടി? 158 കുട്ടികളുടെ റെക്കോർഡാണ് നിലവിലുള്ളത്. അതിനെ ഇവിടെ 303 കുട്ടികളെ അണിനിരത്തിക്കൊണ്ടാണ് ഇവിടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ ഒരു ദൃശ്യാവിഷ്കരണം ഒരു വെറൈറ്റി ആയി വളരെ മനോഹരമാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെ മനോഹരമാണ് എന്ന് മാത്രമല്ല, ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികൾ, കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് വിശുദ്ധരാകുക, വിശുദ്ധിയുടെ വില അറിയുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഇടവകയ്ക്ക്, വിശ്വാസ സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം കൂടിയാണ്.